ഹായ് അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അൽഹംദുലില്ലാ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു നാടൻ പലഹാരമായിട്ടോ നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നിങ്ങൾക്കൊക്കെ അറിയാം, എന്നാലും ഞാനുണ്ടാക്കുന്ന നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എൻ്റെ വീഡിയോയിലേക്ക് പോണതിൻ്റെ മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഗ്ലാസ് പച്ചരി 4-5 മണിക്കൂറായിട്ടുണ്ടാവും വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. ഇത് നല്ല കഴുകി വൃത്തിയാക്കി ഇതിലധികം വെള്ളമില്ലാതെ അരച്ചെടുക്കണം. കുറച്ച് വെള്ളം പാർന്നിട്ട് അരച്ചെടുക്കുക. നല്ല തരിയോടുകൂടെ അരച്ചെടുത്തതാണ്. തരിയോടുകൂടെ അരച്ചെടുക്കണം. നല്ല ചൂടുള്ള ശർക്കര, ആവശ്യത്തിനുള്ള ശർക്കര ഉരുക്കിയതാണ്. നല്ല ചൂടുണ്ട്, ചൂട് കൊടുക്കാൻ പാടില്ല. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ്, ഇതാ ഒരു ഗ്ലാസ്, ചെറിയ ഗ്ലാസ് മൈദ, ഇത് നമ്മൾ അരച്ച ഇപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. നല്ല സൂപ്പർ നെയ്യപ്പക്കാർ. കട്ടകളൊന്നും ഉടയുന്നേരം ഇളക്കി കൊടുക്കുക. ഇപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനൊരു മണത്തിന് വേണ്ടിയിട്ട്, ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതാ ചെറിയ ജീരകം, ഏലക്കായ് ചതച്ചെടുത്താണ്. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. മാവ് പാർന്ന് നോക്കുക. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അടിപൊളി നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. എല്ലാം പൊള്ളച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നമുക്കിങ്ങനെ നെയ്യപ്പം. നാടൻ പലഹാരമാണ്. അധികം സമയമൊന്നും വേണ്ട നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ. നല്ല നല്ല നെയ്യപ്പം.
ഇതൊക്കെ ഉണ്ട് അടിപൊളി നെയ്യപ്പം. 10 മിനിറ്റും പോലും വേണ്ട നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ. അരി വെള്ളത്തിലിട്ട് കുതിർക്കേണ്ട സമയം മതി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ഉണ്ടോ അടിപൊളി നെയ്യപ്പം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി. എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.